ബ്ലൂ പോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റാർ ഓഫ് ഹിമാലയൻ ഫ്ലവേഴ്സ് ആണ്. അത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാഗ്യമുണ്ടെങ്കിൽ അത് കാണാൻ പറ്റുള്ളൂ. ഇതാണ് ജോൺ മാർഗരറ്റ് ലെഗിയുടെ ശവകുടീരം കേട്ടോ. ഭക്ഷണം കഴിച്ചാലോ, പക്ഷെ നല്ലോണം ഉണ്ടാക്കിയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കപ്പലണ്ടി ഒക്കെ ഇട്ടിട്ടുണ്ട്, പലതരം വെറൈറ്റിയിലുള്ള തേനീച്ചകള്, രോമമൊക്കെ ഉള്ള തേനീച്ചകൾ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. നേപ്പാൾ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന് പഞ്ചൗലെ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് പാകിസ്ഥാനിലും കാണാം. പാകിസ്ഥാൻ മുതൽ പിന്നെ ഇങ്ങനെ ടിബറ്റ് വരെ അണ്ടർവയറിന്റെ ഉള്ളിൽ സ്പീക്കർ വെച്ച് രാത്രി കൊണ്ടുവന്ന് തന്തവായി പഠിക്കണമെന്ന് അറിയില്ല, പക്ഷെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ. കരടി ഇറക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ കരടിയുടെ വായി പോവാതിരിക്കണമെങ്കിൽ ടിൻ പിൻ സ്റ്റോറി സൈനിങ് ഓഫ് ഫ്രം വാലി ഓഫ് ഫ്ലവേഴ്സ്. ഗ്രേറ്റ് ഹിമാലയൻ റൈഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുൾ എനർജിയിലാണ് കേട്ടോ. ഞാനൊരു 10-12 ദിവസമായി ഈ വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്ക് ചെയ്യാൻ വേണ്ടി നടക്കുന്നു. അവിടെ പെടുന്നു, ഇവിടെ പെടുന്നു, എല്ലായിടത്തും പെടുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഇന്നതേ വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്ക് ചെയ്യാൻ പോവാണ്. സമയം രാവിലെ 6:45, 7:30 ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് തുറക്കും. അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കിടക്കാൻ. ഇതേ ഗാംഗ്രിയയിലെ ഹെലിപാഡിന്റെ സൈഡിലുള്ള റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി നിൽക്കുകയാണ്. കൂടെ നമ്മുടെ വടിക്കുട്ടനും ഉണ്ട് കേട്ടോ. ഇതിനൊരു പേരിട്ടാലോ, താങ്ങൂന്ന്. അങ്ങനെ എന്നെ താങ്ങി നടന്ന് മൊത്തം താങ്ങുവാണ്. അപ്പോൾ താങ്ങു സേ ഹായ്. ഹായ്. അപ്പോൾ താങ്ങും ഞാനും കൂടിയിട്ട് വാലി ഓഫ് ഫ്ലവേഴ്സ് കയറാൻ പോവാണ് കേട്ടോ. കുറേ ദിവസമായി എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. സംഭവിച്ചെല്ലാം നല്ലതെന്നു പറയില്ലേ ദാസ. ആകാശം കണ്ട നീല കളറാണ്, നീല കളറ്. ഇതിൽ നല്ല ഒരു ലൈറ്റിംഗ് കണ്ടീഷൻ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ നീല കളറിൽ ആകാശമായിട്ട്. എന്തായാലും നമ്മളിതേ ഗാംഗ്രിയുടെ മെയിൻ ടൗണിലേക്ക് നടക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം എന്തെങ്കിലും ഓർഡർ ചെയ്യണം കേട്ടോ. ഭക്ഷണം എന്തെങ്കിലും ഓർഡർ ചെയ്ത് നമുക്ക് ബാഗിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമുക്ക് ആ ഭാഗത്തൊന്നും ഭക്ഷണം കഴിക്കാൻ കിട്ടില്ല എന്നാണ് ഓൺലൈൻ ആർട്ടിക്കിൾസ് പറയണേ. ചില ആർട്ടിക്കിൾസൊക്കെ ഒരുപാട് പഴയതാട്ടോ. ഇപ്പോൾ ഇവിടെ ഇൻ്റർനെറ്റ് ഇല്ലയെന്നാണ് ഞാനിവിടെ വരുന്നതിന് മുമ്പ് വായിച്ചത്. പക്ഷേ ഈ ഭാഗത്തൊക്കെ ജിയോ കിട്ടുന്നുണ്ട്. നമ്മൾ ഗാംഗ്രിയ മെയിൻ ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ എയർടെലും എൻ്റെ ഉണ്ട്, ജിയോ ഉണ്ട്. രണ്ടിനും നല്ല സ്പീഡിൽ ഇൻ്റർനെറ്റും കിട്ടുന്നുണ്ട്, ഫോണും വിളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല. വരുന്ന വഴിക്കില്ല കേട്ടോ, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കണക്ടിവിറ്റി ഉണ്ട്. കുതിരകളും മ്യൂൾസൊക്കെ താഴത്തേക്കുള്ള യാത്ര തുടങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് മുകളിലേക്ക് അങ്ങോട്ട് കുതിരയും മ്യൂൾസിനൊന്നും എടുക്കാൻ പറ്റില്ല, നടന്ന് തന്നെ പോകണം, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഈ കൊട്ടയിൽ ആൾക്കാർ ചുമന്നുകൊണ്ട് പോകുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ട്രക്ക് പോകുന്ന ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് പോകാനാണ്. നേരത്തെ തന്നെ തുറക്കും കേട്ടോ. അതിപ്പോൾ ഇവിടെ നിന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ ചാർദാമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും രാവിലെ ഒരു 6 മണിക്ക് ഈവൻ ഈ ഫ്രിഡ്ജ്, ഫാൻ അങ്ങനത്തെ വിൽക്കുന്ന കടകൾ വരെ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും തുറക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ച ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ഭക്ഷണം മേടിക്കാം കേട്ടോ. നല്ല ഫുഡായിരുന്നു. ഇന്നലെ എനിക്ക് ഫ്രൈഡ് റൈസ് രാത്രി കഴിച്ച് നല്ല ഭക്ഷണമായിരുന്നു. പാഴ്സൽ ഹോട്ടൽ ദേവ്ലോക് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഉച്ചക്കലത്തേക്ക് കഴിക്കാൻ പാഴ്സലാക്കാൻ വേണ്ടിയിട്ട് ഒരു പോഹ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 പോഹ നമുക്ക് പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ആ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞാലും ഒന്നും കിട്ടില്ല. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് മേടിച്ചുകൊണ്ട് പോകണം. വല്ല ബിസ്ക്കറ്റോ ചോക്ലേറ്റോ, പെട്ടെന്ന് ഇപ്പോൾ BP കുറയുക കൂടുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സാധനം മേടിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. വെള്ളം ഇതുപോലെ ഒരു കുപ്പി കൊണ്ടുപോയാൽ മതി, കാരണം നമുക്ക് സ്ട്രീംസ് നിന്ന് വെള്ളം എടുക്കാം. അപ്പോൾ വെള്ളം തീർന്നാലും നമുക്ക് അവിടെ മൗണ്ടൻസ് നിന്ന് വരുന്ന വെള്ളം എടുക്കാം. ഞാൻ വെയിറ്റ് ചെയ്യാണ് മറ്റേ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കാണ്, നിറച്ച് ട്രക്കിംഗ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇൻഡിവിജ്വലായിട്ട് ട്രക്ക് ചെയ്യുന്നവരാരും ഞാൻ കണ്ടില്ല. അപ്പോൾ മല നോക്കിയേ, അതാ കണ്ടോ ഇത് രസമാണ്. ഇവിടെ ഉണ്ടല്ലോ വാലി ഓഫ് ഫ്ലവേഴ്സ് പോകുന്നവർ മാത്രമല്ല, മറ്റേ ഹേംകുണ്ട് സാഹിബ് പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹേംകുണ്ട് സാഹിബ് പോകുന്ന ആൾക്കാർ ഗാംഗ്രിയനെ ഗോവിന്ദ് ധാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോവിന്ദ് ധാമും ഗാംഗ്രിയും സെയിം ആണ് കേട്ടോ. നമ്മളൊരു ചെറിയ സ്ട്രീം ക്രോസ് ചെയ്യാണ്. ആ ഭാഗത്താണ് ലക്ഷ്മൺ ഗംഗ ഒഴുകുന്നത്. ഈ സ്ട്രീം ഏതാ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ലക്ഷ്മൺ ഗംഗ തന്നെയാണോ എന്നറിയില്ല. നമ്മളിപ്പോൾ 3049 മീറ്റർ എബവ് സീ ലെവലാണ്. ഇന്ന് നടന്ന് ഏകദേശം 3200-നും 3600-നും ഇടയിൽ നമ്മളിന്ന് നടന്ന് കയറാൻ പോകണം കേട്ടോ. നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങിയ പിന്നെ നമ്മുടെ
ഏറ്റവും ഹയസ്റ്റ് നമ്മൾ പോകുന്ന പോയിന്റുകളായിരിക്കും ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. വാലി ഫ്ലവേഴ്സ് ആകെ ഹംഗറിയിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോണ്ടല്ലോ ഇവിടെ ചെറിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഫൂലോങ്കി ഘാട്ടി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് മുകളിൽ ഹേംകുണ്ട് സാഹിബിലേക്കൊക്കെ പോകണമെങ്കിൽ എടുക്കേണ്ട ഫോറസ്റ്റിൻ്റെ ടിക്കറ്റാണ്. അത് ഇവിടുന്ന് എടുക്കണം. നേരെ കാണുന്നതാണ് ആ വെള്ളച്ചാട്ടം. നമുക്ക് പോകേണ്ടത് ഈ വഴിയാട്ടോ, ചെറിയൊരു വഴിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വഴി ചോദിക്കുമ്പോൾ ഈ പഞ്ചാബീസിൻ്റെ അടുത്ത് ചോദിക്കരുത്, കാരണം അവരെപ്പോഴും വഴി പറഞ്ഞു തരാം ഗുരുദ്വാരയിലേക്കുള്ളതാണ്. അപ്പോൾ ഇത് ചെറിയ വഴിയാണ്, പെട്ടെന്ന് ശ്രദ്ധിച്ച് നടക്കണം. അവിടുന്ന് ഹാർഡ്ലി ഒരു 100-200 മീറ്റേഴ്സേ ഉള്ളൂ ഗാംഗ്രിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ നിറച്ച് ചെടികളൊക്കെ ഒന്ന് മൂടി നിൽക്കുകയാണ്. ഇങ്ങോട്ട് കിടന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സൈലൻസ് ആയിട്ടോ. എൻ്റെ മുമ്പിലും പുറകിലുമായിട്ട് ട്രക്കിംഗ് ഗ്രൂപ്പ്സിൻ്റെ ആൾക്കാരാണ്, ഞാൻ അവരുടെ ഇടയിൽ പെട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഈ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കുള്ള ടിക്കറ്റ് കുറച്ചും കൂടി അങ്ങോട്ട് നടന്നാലേ കിട്ടുള്ളൂ. ഞാൻ താഴെ നമ്മുടെ ഹോട്ടലിൻ്റെ ഓണറിൻ്റെ അടുത്ത് വെച്ചപ്പോൾ അയാൾ പറഞ്ഞാൽ 200 രൂപയാണ്. അത് ക്യാഷായിട്ട് കൊടുക്കണം, പിന്നെ ആധാർ കാർഡും കൊടുക്കണം. അപ്പോൾ ആധാറിൻ്റെ ഒറിജിനലും 200 രൂപ ക്യാഷായിട്ടും കൊടുക്കണം കേട്ടോ. ड्रोन स्पीकर मैच बॉक्स डाटा अलाउड नहीं है, ठीक है? टाइम से वापस आ जाना ओके में. അങ്ങനെ നമ്മളിത് വാലി ഓഫ് ഫ്ലവേഴ്സ് വേൾഡ് ഹെറിറ്റേജ്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ബയോസ്ഫിയറിൻ്റെ അണ്ടറിൽ വരുന്ന സംഭവമാണ് കേട്ടോ വാലി ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ ഈ ഗേറ്റിൻ്റെ അപ്പുറത്ത് വരെ നമ്മൾ നന്ദാദേവി നാഷണൽ പാർക്കിലായിരുന്നു. ഗേറ്റ് കടന്നത് നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കിലേക്ക് കയറിയേക്കാണ് കേട്ടോ. അവിടെ കയറുമ്പോൾ തന്നെ ബാഗൊക്കെ ചെക്ക് ചെയ്യും. 200 രൂപ നമ്മൾ ഫീ അടച്ച് ആധാർ കാർഡിൻ്റെ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യും. ബാഗിൻ്റെ അത് മെയിനായിട്ട് ആദ്യം ചെക്ക് ചെയ്യുന്നത് ഡ്രോൺ ഉണ്ടോ എന്നാണ്. ഡ്രോൺ ഒട്ടും വേറെ എന്തൊക്കെ പറ്റുന്നെങ്കിലും ഡ്രോണും പറ്റില്ല, സ്പീക്കറും പറ്റില്ല. സ്പീക്കർ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും അടിപൊളി സംഭവം. കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ സ്പീക്കർ കൊണ്ടുവന്നിട്ട് ഒച്ചത്തിൽ പാട്ട് വെച്ചിങ്ങനെ ട്രക്ക് ചെയ്യും. അത് ഭയങ്കര അനോയിങ് ആണ്, ന്യൂസൻസ് ആണ്. പിന്നെയുള്ള റൂൾസ് പൂക്കൾ പറിക്കരുത്, പുതിയ സീഡ്സ് ഇവിടെ കൊണ്ടുവന്ന് വെതറരുത്, ഇങ്ങനത്തെയൊക്കെയാണ്. ഇന്നലത്തെ സെയിം ട്രക്കിംഗ് സ്ട്രാറ്റജിയാണ് കേട്ടോ യൂസ് ചെയ്യണേ. താങ്കുവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പതുക്കെ കയറാം. ഒരു ധൃതിയില്ല. നമുക്കിവിടെ 7 മണിക്ക് കയറി തുടങ്ങാം. മാക്സിമം 12 മണി വരെ ആട്ടോ പറ്റുള്ളൂ. 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കയറ്റി വിടില്ല. ഇറങ്ങണത് 4 മണിക്കുള്ളിൽ ഇറങ്ങണം. അങ്ങനെയാണ്. മൊത്തം 8 കിലോമീറ്റർ ഉണ്ട്. വേണമെങ്കിൽ 8 കിലോമീറ്റർ പോവാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം പോയിട്ട് എനിക്ക് 4 കിലോമീറ്ററെങ്കിലും പോയാലേ നല്ലത് കാണുള്ളൂ എന്ന് തോന്നുന്നു. ഹലോ, യെസ്, where are you from? UP. Okay. Yeah, my friends are Malayali. Okay. Nice to meet you. See you on the way. Okay. All the best. Hello. കുറച്ച് കമ്പനി ഉണ്ടാവണം നല്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിടത്ത് ചോദിക്കാം. സ്പെഷ്യലി ഞാൻ ഒറ്റയ്ക്ക് ട്രക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് ഗോയിൻഘാട്ടിലോ മേഘാലയ എന്നുള്ള കുറച്ച് ട്രക്കേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഇറങ്ങി വന്നത് വാലി ഓഫ് ഫ്ലവേഴ്സിന്. കാരണം അവർ കുറേ എക്സ്പെക്റ്റേഷൻസ് ആയിട്ടാണ് പോയത്, കുറേ പൂക്കൾ കാണാൻ. പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല എന്നാണ് അവർ പറഞ്ഞത്. നടന്നു നോക്കാം. ട്രക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മളിത് ഇവിടെ ഒരു ഹിമാലയൻ കോബ്ര ലില്ലിനെ കണ്ടു കേട്ടോ. ഇതാണ് ഹിമാലയൻ കോബ്ര ലില്ലി. അതിൻ്റെ ഷേപ്പ് കണ്ടോ, ഒരു മൂർഖൻ്റെ പോലെയാണ്. അകത്തൊരു നാവ് പോലെ ഒരു ഗ്രേ കളറിൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതതിൻ്റെ പൂവാന്ന് തോന്നുന്നു. അപ്പോൾ ഈ സംഭവം 2500 മുതൽ 3600 മീറ്റർ എബോവ് സീ ലെവലിലാണ് കേട്ടോ ഉണ്ടാവുക. ഈ പൂവിനെ ഞാൻ നമ്മൾ ബഗോരി പോകുന്ന വീഡിയോയിൽ ഒരു ഭാഗത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതാണ് ഹിമാലയൻ കോബ്ര ലില്ലി. ഈ കോബ്ര ലില്ലി മെയ് ജൂൺ മാസങ്ങളിലാട്ടോ ഉണ്ടാവുക. ഇത് ഈ ഒരു ഭാഗത്തല്ല, ഉത്തരാഖണ്ഡിൻ്റെ പല ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ ഇന്നലെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഗാംഗ്രി ഹെലിപ്പാഡ് എത്തുന്നതിന് കുറച്ച് ദൂരം മുമ്പും നമുക്ക് ഈ സാധനത്തിനെ കുറേ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേ ഒരു റിവർ ക്രോസിങ് നടക്കാം കേട്ടോ. ഷീറ്റൊക്കെ ഇട്ട് ഒരു മെറ്റലിൻ്റെ ഫ്രെയിമിൽ പണിതത്. കയറി ഒരു 10 മീറ്ററിൽ ഇത്രയും പൂക്കൾ കാണാൻ പറ്റും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആ വളം അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും നിറച്ച് പൂക്കൾ കേട്ടോ, പല കളറിലും പല ടൈപ്പിലുള്ള പൂക്കൾ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഞാനിതൊന്ന് ഹായ് നോക്ക്, ഹലോ.
ഒരു എലിക്കുട്ടി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 4 ദിവസം അവിടെ ലാൻഡ് സ്ലൈഡിൽ പെട്ട ദിവസം അവിടെ ഇരുന്ന് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് വാലി ഓഫ് ഫ്ലവേഴ്സിൽ നമ്മൾ സാധാരണ കാണുന്ന പൂക്കൾ ഏതാണ് എന്നൊക്കെ വായിച്ച് പഠിച്ച് ആ ഒരു അറിവ് വെച്ചിട്ട് പറഞ്ഞു തരണം കേട്ടോ. ഇതിനകത്ത് തെറ്റുകളുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർ കമൻറ്റിൽ തിരുത്തി പറയാം കേട്ടോ. ഒരു പ്രശ്നമില്ല, തെറ്റാൻ ഞാൻ മനുഷ്യനാണല്ലോ, അപ്പോൾ തെറ്റുണ്ടാവും. ഇത് 100% കറക്റ്റാണ്. ഉപ്പ് തൊടാതെ വിഴുങ്ങണം എന്ന് ഞാൻ വെള്ളം തൊടാതെ ഇറക്കണം എന്നൊന്നും ഞാൻ പറയണില്ല എന്നാണ് ഉദ്ദേശിച്ചത്. വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇന്റർനെറ്റ് കവറേജ് ഉണ്ട്. വേഗം ഗൂഗിൾ ലെൻസ് എടുത്ത് സ്കാൻ ചെയ്തു. ഗൂഗിൾ പറയുന്നത് അത് ബ്ലൂ പോപ്പി എന്നാണ്. ബ്ലൂ പോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റാർ ഓഫ് ഹിമാലയൻ ഫ്ലവേഴ്സ് ആണ്. അത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാഗ്യം ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റുള്ളൂ. അത് ഇത്രയും അബുഡൻസിൽ ഇവിടെ കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഉറപ്പില്ല, ഗൂഗിൾ പറഞ്ഞതാണ്. എൻ്റെ റിസർച്ചിൽ അതിൻ്റെ ഇതളുകൾ കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ ബ്ലൂ പോപ്പി കാണാൻ പറ്റും. ഇത് പോപ്പി ഫാമിലി തന്നെയാണ് കേട്ടോ. നമ്മുടെ മറ്റേ പോപ്പി ഇല്ലേ, ആ പോപ്പിയിൽ ഫാമിലിയിൽ തന്നെയാണ്. ഇത് തന്നെയാണെങ്കിൽ അതേ സംഭവം തന്നെയാണ്. ഇത് ഓഗസ്റ്റ് ബിഗിനിങ്ങിൽ തന്നെയാണ് കാണുക. പിന്നെ ഞാൻ എഴുതി വെച്ച അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് കാണുകയാണെങ്കിൽ തന്നെ വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്കിൻ്റെ ആദ്യത്തെ 1 കിലോമീറ്ററിലാണ്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം ബ്ലൂ പോപ്പി. അറിയില്ല, നർക്കോട്ടിക് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ആ പ്ലാന്റിന്. വന്നിട്ട് പിടിച്ച് കഴിക്കുകയും ചെയ്യരുത്. പിന്നെ അതിൻ്റെ റൂട്ട് ടോക്സിക്കാന്നൊക്കെ ഞാൻ വായിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ബ്ലൂ പോപ്പി ആണെങ്കിൽ ബ്ലൂ പോപ്പി കണ്ടു. നടക്കാം, എല്ലാവരും പോയി, ഞാൻ ഒറ്റയ്ക്കായി. ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ബ്ലൂ പോപ്പി സ്പോട്ട് എന്നൊക്കെ. അപ്പോൾ ആ സാധനമേ അല്ല, അത്രയും ഇതായിട്ട് അവർ എഴുതി വെച്ചേക്കണേ. നമ്മളിവിടെ ഒരു പുതിയ ഫ്ലവർ സ്പോട്ട് ചെയ്തേക്കാണ് കേട്ടോ. ഇതാണ് ഹിമാലയൻ റുബാബ് അല്ലെങ്കിൽ ഇന്ത്യൻ റുബാബ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 3000 മീറ്റർ ടു 5000 മീറ്റർ അബവ് സീ ലെവലിലാണ് കാണുക. കൂടുതൽ ആൽപൈൻ ഹിമാലയാസിലാണ് കാണുക. ഇതിൻ്റെ പൂക്കളുടെ കളർ ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞി പൂക്കൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ പോലെയാണ്. ഈ സംഭവത്തിൻ്റെ ഇല ഉണ്ടല്ലോ, ഭയങ്കര വലുപ്പമാണ്. നമുക്ക് ഇതിൻ്റെ വട്ടം കണ്ടോ, ഭയങ്കര വലുപ്പമാണ്. പിന്നെ ഇതിൻ്റെ റൂട്ട് ഈ ടെക്സ്റ്റൈൽ ഡൈയിങ്ങിന് ഉപയോഗിക്കും. ഒരു യെല്ലോയിഷ് ടു റെഡിഷ് യെല്ലോ ഒക്കെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റൂട്ട് അരച്ച് ഉപയോഗിക്കും കേട്ടോ. ഇത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാണുന്ന വിചാരിച്ചൊരു സാധനമല്ല, പക്ഷെ കണ്ടു. കുത്തനെ കയറ്റാം കേട്ടോ. ഈ ഭാഗത്ത് പൂക്കളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഓരോ ഹെയർ പിൻ പോലെ ഉണ്ട്. അപ്പോൾ ഓരോ ഹെയർ പിൻ എത്തുമ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുക. താഴെ കയറിയപ്പോൾ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. സ്പീക്കർ കൊണ്ടുവന്നിട്ട് ഭയങ്കര ഉറക്ക പാട്ട് വയ്ക്കും. ഭയങ്കര ന്യൂസൻസാണ്. ഇപ്പോൾ ഈ ബാക്കിലത്തെ ആ ചീവീടിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാനാണ് ഞാനിവിടെ വന്നേക്കണത്. ഭയങ്കര ന്യൂസൻസാണ്. എന്നിട്ട് അവിടെ പറയാം, അണ്ടർവെയറിൻ്റെ ഉള്ളിൽ സ്പീക്കർ വെച്ചിട്ട് രാത്രി കൊണ്ടുവന്ന് എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടിന് എനിക്കറിയില്ല. എന്നിട്ട് അവിടെ സ്പീക്കറിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുക. തന്തവായി പഠിക്കണമെന്ന് അറിയില്ല, പക്ഷെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ. ആ ഒരു ഭാഗത്തെ വ്യൂസ് ഉണ്ടല്ലോ, അപാരാണ്. അവിടെ ഇങ്ങനെ മെഡോസ് പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഗ്ലേഷ്യേഴ്സ് കാണാം ചെറുതായിട്ട്, മഞ്ഞിൻ്റെ അങ്ങനെ കട്ടായിട്ട് നിൽക്കണ മഞ്ഞ് പെയ്തിട്ട് ഭയങ്കര രസമാണ്. ഈ വ്യൂ നിങ്ങളൊന്ന് കാണണം കേട്ടോ. എന്താണിത് പേത്തായി. ഇതിൻ്റെ ഇടയിൽ ചെറിയ ബെറീസ് ഉണ്ട് കേട്ടോ. ബ്ലൂവും വയലറ്റും കൂടിയിട്ടൊരു കളറാട്ടോ. അതിങ്ങനെ ഇടയിൽ ഒളിച്ചിരിക്കുക. പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ബൾബ് ഇട്ട് വെച്ച പോലെ ഉണ്ടത്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ഗ്ലേഷ്യറൊക്കെ കാണാം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴാണ് അത് മെഡോസൊക്കെ കണ്ടത്. ഭാഗത്ത് വലിയൊരു ഗ്ലേഷ്യർ ഉണ്ട്.
മണ്ണിടിഞ്ഞു പോയിട്ടുണ്ട് അവിടേക്ക്. So you are taking photos, sorry. नहीं 1931 ഫ്രാങ്ക് സ്മിത്ത്, എറിക് ഷിപ്റ്റൺ, ഹോൾസ്വർത്ത്, അങ്ങനെ 3 മൗണ്ടനിയേഴ്സ്. അതിൽ ഈ ഫ്രാങ്ക് സ്മിത്ത് എന്ന് പറഞ്ഞ ആൾ ഒരു ബോട്ടണിസ്റ്റും കൂടിയായിരുന്നു. അപ്പോൾ അവരിവിടെ മൗണ്ട് കാമത്തിൽ നിന്ന് അത് കയറിയിട്ട് തിരിച്ചിറങ്ങുന്ന വഴി തെറ്റിയിട്ടാണ് വാലി ഓഫ് ഫ്ലവേഴ്സിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ അവർ 1931 ഈ വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ ഡിസ്കവറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫ്രാങ്ക് സ്മിത്ത് അത് കഴിഞ്ഞിട്ട് ഈ ഇവിടുത്തെ പൂക്കളും ഇതൊക്കെ കണ്ടിട്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ആൾ അതിനെ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നു. എന്നിട്ട് കുറച്ച് നാൾ ഇവിടെ താമസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് യൂറോപ്പിലേക്ക് പോകുന്നു. എന്നിട്ട് ഈ ഭാഗത്തിനോടുള്ള ഇഷ്ടവും ആളൊരു ബോട്ടണിസ്റ്റ് ആണല്ലോ, അതിൻ്റെ ഒരു ഇതും കൂടി ആയതുകൊണ്ട് ആൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു. എന്നിട്ട് ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടുത്തെ പലതരം 10-600 വെറൈറ്റി ചെടികളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ, അതായത് പൂക്കളുണ്ടാവുന്ന അതിനെക്കുറിച്ച് ആളൊരു ബുക്ക് എഴുതുന്നു, വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിപ്പോഴും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. വായിക്കേണ്ടവർക്ക് വായിക്കാം. ഞാൻ താഴെ മേടിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ, ഫ്രാങ്ക് സ്മിത്ത് എഴുതിയ വാലി ഓഫ് ഫ്ലവേഴ്സ് ബുക്കിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് ഈ പേര് കിട്ടുന്നത്. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, നല്ല വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വരുന്നത് മലവെള്ളം. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ആകുമ്പോഴത്തേക്ക് ഈ ആൾക്കാരുടെ വെള്ളമൊക്കെ കുറച്ചൊക്കെ തീർന്നുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് റീഫിൽ ചെയ്തിട്ട് കൊണ്ടുപോകാം കേട്ടോ. താഴെ 50 രൂപ 1 ലിറ്റർ വെള്ളത്തിന്. ഇത് രസാലേ. ഹായ്. വെള്ളമൊക്കെ നിറച്ചു കേട്ടോ. ആ താഴെ കാണുന്ന ഗ്ലേഷ്യർ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് നേരമായി ഗ്ലേഷ്യർ എന്ന് പറയുന്നു. പക്ഷേ ഇപ്പം ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ് ആ ഗ്ലേഷ്യറിൻ്റെ ഉള്ളിൽ കൂടെ റിവർ ഒഴുകുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതിൻ്റെ ഇതാണ്. ആ സൈഡിലേക്ക് പോകണം കേട്ടോ. റിവർ ക്രോസ് ചെയ്താൽ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. ഞാൻ ഒന്ന് താഴ്ത്തി കിടന്നുണ്ട് മുന്നേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര അപാര വ്യൂ കേട്ടോ. മസ്റ്റ് ഡു ആണ് ഈ വാലി ഫ്ലവേഴ്സ്. കുറേ പേര് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാം അടിപൊളിയാണ്. ഇതാണ് എനിക്ക് കിട്ടിയൊരു കൂട്ട്. പെൺകുട്ടിയും അവരുടെ ഫാമിലി ഉണ്ട് കേട്ടോ. അവർ ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ അവർ കമ്പനിയാണ്. ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നുണ്ട്, ഇടയ്ക്ക് ഫോട്ടോ എടുക്കാനൊക്കെ കൂടുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്ത് കൊടുക്കുന്നു, അവരെൻ്റെ അടുത്ത് തരുന്നു. നല്ല കമ്പനിയായിട്ട് പോകുന്നുണ്ട്. ബാക്കി നമ്മുടെ പ്രശ്നക്കാരൊക്കെ കുറേ ബാക്കിലായി. ഇപ്പോൾ ഈ വഴി ഇങ്ങനെ കുറേ നേരമായിട്ടാണ് നടക്കണം. നമുക്കിപ്പോൾ നടന്ന് ആ ഭാഗത്ത് ഇങ്ങനെ മൗണ്ടൻസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ, മഞ്ഞ് മൂടിയ മൗണ്ടൻസ്. പൂക്കൾ ഇങ്ങനെ നേരത്തെ കണ്ട പൂക്കളൊക്കെ തന്നെയുള്ളൂ. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കൂടുതൽ പൂക്കൾ ഇത്ര നേരമായിട്ട് കണ്ടില്ല. ഇത്ര നേരം കണ്ട അതേ പൂക്കളൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. ഇതേ ഈ അങ്കിള് ആണ് നേരത്തെ കണ്ട പെൺകുട്ടിയുടെ ഫാദറോ അങ്കിളും ആരോ ആണ് എനിക്കറിയില്ല, അത്ര ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല. അപ്പോൾ അവരൊരു ഫാമിലിയാണ്. അപ്പോൾ ഞാനും അങ്കിളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്തിട്ട് അങ്കിൾ എനിക്ക് ഇമെയിൽ ID ഒക്കെ തരുന്നു, അയച്ചു കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ഫോണിലെടുക്കണം. അതുകൊണ്ട് നല്ല രസമല്ലേ. നല്ല മഴക്കാറ് വരുന്നുണ്ട് കേട്ടോ. സമയം 11 മണി 11-12 ആവാറുണ്ടാവും. കുറേ നേരമായി നടക്കണം. എവിടെയും ആരും ഇങ്ങനെ ഇതുവരെ പിറ്റ് സ്റ്റോപ്പ് എടുത്തായിട്ട് കണ്ടില്ല. ഇങ്ങനെ ഇരുന്ന് വെള്ളം കുടിക്കണല്ലാതെ. ഈ കഴിഞ്ഞു പോയൊരു ഭാഗം ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇവിടെ അതെ കണ്ടല്ലോ, പൂക്കളൊക്കെ ഉണ്ടോ, വെള്ളയുണ്ട്, ചുമപ്പുണ്ട്, വയലറ്റ് ഉണ്ട്, നീലയുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ പോളിനേഷൻ തകൃത് മൃതിയായിട്ട് നടക്കുന്നുണ്ട്. പലതരം വെറൈറ്റിയിലുള്ള തേനീച്ചകൾ, ഇങ്ങനെ രോമമൊക്കെ ഉള്ള തേനീച്ചകൾ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. വീണ്ടും ഒരു റിവർ ക്രോസിങ് വന്നു കേട്ടോ. നമ്മൾ റിവറിനെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകണമെങ്കിൽ
കുറേ നേരമായിട്ട് നടക്കണം. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ബ്രേക്ക് എടുക്കാൻ നിന്നപ്പോൾ അവിടെ ട്രക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ നിർത്തി. ഇവിടെ നമ്മുടെ നേരത്തെ ഫോട്ടോ എടുക്കാൻ കൂടിയവരൊക്കെ അവിടെ നിർത്തിയപ്പോൾ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാട്ടോ. കുറച്ച് പെൺകുട്ടികളുണ്ട്, അവരവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരിക്കും അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. പോകാൻ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ 12 മണിയായെന്നൊക്കെ കേട്ടോ വിചാരിച്ചത്. തുടർന്നായിട്ടില്ല, 11:15 11:30 ആയിട്ടുള്ളൂ. അത്യാവശ്യം ഫാസ്റ്റ് പേസ് ആയിട്ട് നടക്കണം. അപ്പോൾ ഈ ട്രക്കിൻ്റെ ആൾക്കാരുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് 2 പേരെ ഞാൻ ശ്രദ്ധിക്കണം. എൻ്റെ ലീഡർ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, 1 മണിക്കുള്ളിൽ 1 മണിക്ക് എവിടെയാണെങ്കിലും 1 മണിക്ക് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഈ ഭാഗത്ത് എത്തണം. അപ്പോൾ ഒരു 2 മണിയോട് കൂടിയിട്ട് എത്തിയാൽ 2-3 മണിക്കൂറിൽ ഇറങ്ങി അങ്ങനെ പോകാമല്ലോ. 4 മണിക്ക് അവിടെ എത്തണം എന്നാണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ പറഞ്ഞത്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കാം. 1939 റോയൽ ബൊട്ടാണിക് ഗാർഡൻ ലേഡി ജോൺ മാർഗരറ്റ് എന്ന് പറഞ്ഞ ഒരു ലേഡീനെ ഇവിടുത്തെ പൂക്കളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അയച്ചു കേട്ടോ. ചിലപ്പോൾ നമ്മുടെ സ്മിത്തിൻ്റെ ബുക്കൊക്കെ വായിച്ചിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ലേഡി ജോൺ മാർഗരറ്റ് ഇവിടെ വന്നിട്ട് ഈ പൂക്കളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പൂക്കൾ പറിക്കുമ്പോൾ ഏതോ ഒരു മലയുടെ മുകളിൽ നിന്ന് അവർ വീണിട്ട് അവർ മരിച്ചു. ഇവിടെ വെച്ചിട്ടാണ് അവർ മരിക്കുന്നത്. അപ്പോൾ അവരുടെ സിസ്റ്റർ ആ ഒരു ഓർമ്മസൂചകമായിട്ട് ആ വാലിയുടെ ആ ഭാഗത്ത് എവിടെയോ ആയിട്ട് ഈ ലേഡി ജോൺ മാർഗരറ്റിൻ്റെ ഒരു ശവകുടീരം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ റിവർ ബെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം അത്ര ആക്റ്റീവ് അല്ല, അവിടെ ഫ്ലവേഴ്സൊക്കെ കുറവാണെന്നാണ് ഇവിടെ ഒരു ട്രക്ക് ഗൈഡ് പറഞ്ഞായിട്ട്. അപ്പോൾ ആ ഭാഗത്ത് പോയിട്ടും വലിയ പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷെ നമുക്ക് ഈ ലേഡി ജോൺ മാർഗരറ്റിൻ്റെ ശവകുടീരം കാണാൻ അവിടെ വരെ പോകണം. ഒരു സബ്സ്ക്രൈബർ ഞാൻ വാലി ഓഫ് ഫ്ലവേഴ്സിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് വരെ വന്നിട്ടുണ്ടായിരുന്നു, ലേഡി ജോൺ മാർഗരറ്റിൻ്റെ ശവകുടീരം കാണിച്ചു തരുമെന്ന്. അപ്പോൾ നമുക്ക് കുറേ ദൂരം അങ്ങോട്ട് നടക്കാണ്ട്, ഇങ്ങനെ കുറേ ദൂരം നടക്കാണ്ട്. അപ്പോൾ അധികം ഫ്ലവേഴ്സൊന്നും ആ ഭാഗത്തില്ല എന്നാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാം കേട്ടോ. പിന്നെ ഇത് കൂടാണ്ട് ചന്ദ്രപ്രകാശ് കാല എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ പ്രൊഫസറും ഇവിടെ ഏകദേശം ഒരു 10 വർഷത്തോളം ഇവിടുത്തെ പൂക്കളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏകദേശം 500-ൽ കൂടുതൽ ഫ്ലവേഴ്സ് ഈ ചന്ദ്രപ്രകാശ് കാല എന്ന് പറഞ്ഞ ആൾ ഇത് ഇവിടുത്തെ ഇൻവെൻട്രിയിലേക്ക് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ പറയണേ. ഓക്കെ ബൈ. അപ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പോൾ പയ്യൻ പുറകുന്നിങ്ങനെ വിളിച്ചിട്ട് ഈ പൂ കണ്ടോ എന്ന് വെച്ചിട്ട് വിളിച്ചാൽ കേട്ടോ. ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ പൂക്കളും ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് വരെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ വരുന്ന ഭക്ഷണം കഴിച്ചില്ലേ, അത് വരെ 4 കിലോമീറ്ററാണ്. അപ്പോൾ ഇതാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ വാലിയുടെ ഒരു മെയിൻ ഏരിയ. അപ്പോൾ ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നടക്കാം, ഓപ്ഷണലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ട്രക്കിൻ്റെ ഗൈഡുകളൊക്കെ അവിടെ വന്നിരുന്നിട്ട് ബാക്കി ആൾക്കാരോട് പോയിട്ട് വരാൻ പറയണേ. ഈ ഒരു സൈഡ് ഫുള്ള് ഫേൺസ് ഉണ്ടായി നിൽക്കാം കേട്ടോ. എന്ത് രസമാണെന്നറിയോ, ഇപ്പോൾ ഇപ്പുറത്ത് ചെറിയൊരു അരുവി ഉണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ സ്ട്രീം. അത് എവിടെ നിന്ന് വരണമെന്നറിയോ, ഈ മുകളിലത്തെ വെള്ളച്ചാട്ടം. റിവർ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ എത്തോട് കൂടിയിട്ടുണ്ടല്ലോ പല പല പുതിയ വെറൈറ്റി ഫ്ലവേഴ്സ് കണ്ടു തുടങ്ങി കേട്ടോ. ഫ്ലവേഴ്സ് മാത്രമല്ല പുതിയ പുതിയ ചെടികളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു സങ്കടമുള്ള കാര്യമുണ്ട് കണ്ടോ, ആരോ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൂവൊക്കെ പൊട്ടിച്ചൊരു മാല ഉണ്ടാക്കിയിട്ടതാണ്. ഇതേ ഒരു ബൊക്കെ, ഇതിൻ്റെ അത്യാവശ്യം എന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെ ദൈവന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഭയങ്കരമായിട്ട് കുറേ, ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കുന്നത്, ഇവിടെ പൊട്ടിക്കാൻ പാടില്ല. പിന്നെയും ആ ലേഡി പൊട്ടിക്കുകയാണ്. ഒരു ഹസ്ബൻഡിന് അത്ര താല്പര്യമില്ല, ഹസ്ബൻഡ് പറയുന്നുണ്ട് നിർത്താൻ, പക്ഷെ ആ ലേഡി പിന്നെയും പൊട്ടിക്കുക കേട്ടോ. നമ്മളങ്ങനെ നടന്ന് ലേഡി ജോൺ മാർഗരറ്റ് ലെഗിയുടെ ഗ്രേവിനിലേക്കുള്ള വഴിയിൽ അവിടെ എത്തിയിട്ടോ. നേരെ പോയാൽ വേറെ എന്താണ് തുറ ഖാർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്, 3 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ നടന്നിട്ടുണ്ട് ആ ഗൈഡ് പറഞ്ഞതനുസരിച്ച്. അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് 700 മീറ്റർ താഴത്തേക്ക് നടക്കണം. പക്ഷേ ഈ പോകുന്ന വഴിക്ക് ഇവിടെ നമ്മളൊരു പുതിയ സാധനം കണ്ടിട്ടുണ്ട് കേട്ടോ, ഇത്ര നേരം കാണാത്തതാണ്. ഇതാണ് ഹട്ട ഹഡ്ഡി എന്ന് പറയുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ.
സലാം പഞ്ച എന്നും ഒരു പേര് ഈ ഭാഗത്തുള്ള ആൾക്കാർ ഇതിന് പറയും കേട്ടോ. നേപ്പാൾ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന് പഞ്ചൗലെ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് പാകിസ്ഥാനിലും കാണാം. പാകിസ്ഥാൻ മുതൽ പിന്നെ ഇങ്ങനെ ടിബറ്റ് വരെ ഉള്ള ഭാഗങ്ങളിൽ ഒരു 2800 തൊട്ട് 4000 മീറ്റർ എബോവ് സീ ലെവലിൽ വളരുന്നൊരു സാധനമാണ്. ഇങ്ങനത്തെ ഓപ്പൺ മെഡോസ്, ഇങ്ങനെ കിടക്കുന്ന മെഡോസ്, പിന്നെ അതുപോലെ കുറച്ച് വെറ്റായിട്ടുള്ള സ്ഥലങ്ങൾ, ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലാണ്. ഇതൊരു ഓർക്കിഡ് സ്പീഷീസ് ആണ് കേട്ടോ. ഒരു ഓർക്കിഡിന് ആ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. ഇനി ഇതിൻ്റെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് അറിയോ? ഒരു കിലോന് 15,000 മുതൽ 25,000 രൂപയാണ് അതിന് വില. റിച്ചാണ്. ആൾക്കാർ വരുന്നത് കുറവായതുകൊണ്ട് ഇവിടെയൊക്കെ കല്ലിൻ്റെ ഇടയിലൊക്കെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ആഹാ, ഇവിടെ നോക്കിയേ, ഒരു നീർച്ചാല് പോയിരുന്ന ഭാഗം കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിൽ വെള്ളം വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഇടയിൽ കൂടെ, കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പൂക്കൾ വിരിയുന്നുണ്ട്. പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ക്രാക്കിലൊക്കെ. അപ്പോൾ അതിൽ ഇങ്ങനെ തേനീച്ചകളൊക്കെ വന്നിരുന്ന് അങ്ങനെ തേൻ കുടിച്ച് പോകുന്നുണ്ട്. ഭക്ഷണം കഴിച്ചാലോ? ഭക്ഷണം കഴിച്ചിട്ട് നടക്കാട്ടോ. പോഹയൊക്കെ ഒരു പരിവായിട്ടുണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. ചളങ്ങിപ്പോയേക്കാണ്, ഡ്രൈ ആയിപ്പോയി കേട്ടോ. പക്ഷെ നല്ലോണം ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ടുണ്ടല്ലോ നമ്മൾ താഴെ ആ ഗോവിന്ദ് ഘാട്ടിൽ നിൽക്കുമ്പോൾ വരെ വൃത്തിയായിട്ട ഫുഡാണ് തന്നിരുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട്. ഇവിടെ ഇത്രയും മുകളിൽ കയറിയിട്ട് മിക്കതും നല്ലതാണ്, നല്ല ഫുഡാണ്. വായിൽ വെള്ളം വരുന്നു ബസ്സിട്ട്. ദൂരെ പുൽമേടുകൾ, അതിലും ദൂരെ മഞ്ഞ് മലകൾ, നീല ആകാശം, നിറച്ചും ചുറ്റും പൂക്കൾ, പിന്നെ വലിയൊരു മരം, അതിൻ്റെ തണല്, നിലത്തിരുന്ന് ഏർത്തിയായിട്ട് കഴിക്കുക. ഇതിലും കൂടുതൽ എന്ത് വേണം? വേറെ എന്താ ചോദിക്കാനുള്ള ലൈഫിൽ? ഇവിടെ ഒരു വീടും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലോ നമ്മൾ നേരത്തെ അവിടെ കണ്ട കപ്പിളില്ലേ, പൂ പറിച്ചു എന്ന് പറഞ്ഞാൽ, അവർ വന്നു കേട്ടോ. അവർ വന്ന് ഇവിടെ വന്ന് ഇരുന്ന് കമ്പനി അടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം വർത്താനം പറഞ്ഞു. ഞാൻ അവരുടെ അടുത്തൊക്കെ ഇതൊക്കെ ചോദിച്ചാൽ എന്തിനാ പറക്കണതൊക്കെ അങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിച്ചാൽ, പക്ഷേ അവർ ഭയങ്കര കൂളായിട്ട് ഇവിടെ വന്നിരുന്ന് സംസാരിച്ചു. അപ്പം അങ്ങനെ കുറേ നേരം സമയം പോയി. അവരവിടെയൊക്കെ പോയിട്ട് വരികയാണേ. എനിക്കിനി നമ്മുടെ ഗ്രേവിൻ്റെ അവിടേക്ക് നടക്കണം. ഈ ഭാഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ കേട്ടോ. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഈ ഭാഗത്ത് മൊത്തം ഫേൺസ് ആണ്. ഇങ്ങനെ ഫേൺസ് ഇങ്ങനെ കിടക്കുകയാണ്. നോക്കി ആ മലയും ആ ആകാശവും അതിൻ്റെ കളറും ഒക്കെ കൂടി ഇതൊരു ഭംഗിയാണെന്നറിയാം. അപ്പോൾ എന്തായാലും ഇതാണ് ജോൺ മാർഗ്രറ്റ് ലെഗിയുടെ ശവകുടീരം കേട്ടോ. അപ്പോൾ അവിടെ അവർ 1885 ജനിച്ച് 1939 മരിച്ചു. അപ്പോൾ 54 വയസ്സിൽ അവർ മരിച്ചു കേട്ടോ. അപ്പോൾ അവരുടെ സിസ്റ്ററാണ് മേരിന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ഹിന്ദിയിൽ. മേരിയാണ് ഇത് ശവകുടീരം പണിതേക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ എപ്പോഴോ വേറെ ആരോ ഇൻഫിനിറ്റി ഔട്ട്ഡോർ എക്സ്പ്ലോറേഴ്സ് പൂനെ എന്ന് പറഞ്ഞിട്ട് അവരെന്തോ രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്തതാണ്. പണ്ട് ഇങ്ങനെ ആയിരുന്നു ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതാണ് അവരുടെ ശവകുടീരം കേട്ടോ. അപ്പോൾ ഈ ഭാഗം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വേറെ ഒരു പയ്യനുണ്ടായിരുന്നു കേട്ടോ. എത്ര നേരം എന്താ പയ്യൻ അവിടെ എത്തി. ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുന്നു. വേറൊരാളും കൂടി ഉണ്ട്. യുവർ നെയിം? ഋഷി ഉണ്ടല്ലോ. ഋഷി വഴി തെറ്റിയിട്ട് ആ കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് കയറി വന്നത്. എങ്ങനെ ഇങ്ങോട്ട് വന്നത് ഋഷിക്ക് തന്നെ അറിയില്ല. സോ അപ്പോൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു എല്ലാവരും. വേറെ ഈ ഫ്രം ഋഷി? മുംബൈ. ഓക്കെ, നൈസ് ടു മീറ്റ് യു ഋഷി. അങ്ങനെ ഋഷിയും പോയി. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്. ഞാൻ ഒറ്റയ്ക്കല്ല, അതെ. അയ്യോ എൻ്റെ മുത്തേ, താങ്ങൂടെ ഉണ്ട്. താങ്ങുമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഞാനും താങ്ങും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഭയങ്കര ഫീലിംഗ് ആണ്. എത്ര എഫേർട്ട് എടുത്തു എന്നറിയോ ഇവിടേക്കൊന്ന് എത്താൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിന്നൊരു റിവാർഡ് കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കരമാണ്. അപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സ് വരാത്തവർ മസ്റ്റായിട്ട് വരിക. ഞാൻ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. സോളോ ആയിട്ട് എങ്ങനെ വരുന്നത്, ഗ്രൂപ്പായിട്ട് വരാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ട്രക്കിംഗ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊക്കെ വരാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിങ്ങനെ വെറുതെ ഒരു പ്രാവശ്യം ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് വാലി ഓഫ് ഫ്ലവേഴ്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ആഡ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ അതിൻ്റേതായ സൗകര്യങ്ങൾ അതിനുണ്ട്. ഒറ്റയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ, കാശ് കുറച്ച് ചുരുക്കി വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എൻ്റെ വില സോളോ വരാം. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാം കേട്ടോ, ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ഇതിൻ്റെ വരേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു, കാരണം മൊത്തം വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ടിൻ പിൻ സ്റ്റോറീസ് ഇവിടുന്ന് പോവാണ് തിരിച്ച് ഗംഗാരിയിലേക്ക്. 1:30 കേട്ടോ, സമയം 1:30 കഴിഞ്ഞു. 1:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കരടി ഇറക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ കരടിയുടെ വായി പോകാതിരിക്കണമെങ്കിൽ ടിൻ പിൻ സ്റ്റോറി സൈനിങ് ഓഫ് ഫ്രം വാലി ഓഫ് ഫ്ലവേഴ്സ്.